അല്ല ഇതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടില്ല, ഉണ്ണണം. ഉച്ചയാവാറായില്ലേ? ഉണ്ണുന്ന കാര്യമല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞതിന് വേറൊരു അർത്ഥമുണ്ട്. അല്ല, ലോകത്ത് 7 ദിവസം നീണ്ടിരിക്കുന്ന പരിപാടി വേറെ വല്ലതും ഉണ്ടാ? റോസ് ഡേ, പ്രൊപ്പോസ് ഡേ, ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ, പ്രോമിസ് ഡേ, ഹഗ് ഡേ, കിസ് ഡേ, വാലന്റൈൻസ് ഡേ. അല്ല, നിനക്കൊക്കെ എങ്ങനെ ഈ ദിവസത്തിന്റെ ഓർഡർ അറിയാം? ഇൻസ്റ്റ തുറന്ന ഇപ്പൊ ഇത് മാത്രമല്ല ഉള്ളൂ. അത് മാത്രമല്ല, ഇൻസ്റ്റയുടെ അൽഗോരിതം നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് പ്രണയിക്കാൻ. അത് മാത്രമല്ല, ഉല്ലാസ് പാർക്കിന് അങ്ങോട്ടൊന്നും പോവാൻ പോലും പോയി. കൊച്ചു കുട്ടികളാണ് അവിടെ. ആ കൊച്ചു കുട്ടികളെ കാര്യം അവിടെ നിൽക്കട്ടെ. നീ എന്തിനു ഉല്ലാസ് പാർക്കിൽ പോയി? ഒരല്പ സമാധാനത്തിനാണ് ഞാൻ അവിടെ പോയത്. അല്ല, എന്റെ ഒരു ഡൗട്ടാണ്, എന്തിനാണ് വാലന്റൈൻസ് ഡേ? അതല്ലേ അളിയാ, 7 ദിവസം കൊണ്ടേ നല്ല മണ്ണിളക്കി നല്ല കപ്പ നട്ടാണ്ടല്ല ഈ നീളത്തിന് കപ്പ ഇറങ്ങി വരും. ഈ നീളത്തിന് അല്ലെ, ഈ 7 ദിവസം കൊണ്ട് ഏത് കപ്പയുടെ ഇറങ്ങി വരുന്നത്? ബ്രസീലിയൻ കപ്പ സൂപ്പർ സാധനമാണ് കേട്ടോ. ഇവ എന്തൊക്കെയാടാ ഈ പറയുന്നത്? കപ്പയുടെ കാര്യം വിട്, സമൂഹത്തിൽ നീ പ്രഹസനം എടുത്ത് കളയണ്ടേ? ഹലോ എടി, നാളെ വരണേടി. നമ്മൾ സ്ഥിരം എടുക്കുന്ന അതേ റൂം തന്നെ. മറ്റേത് ബഡ് ചെയ്ത തയ്യാടാ. മനസ്സിലായില്ല? ബെഡിൽ നിറയെ റോസാപ്പൂ ഒക്കെ ഇട്ടുണ്ട് കേട്ടാ. മറ്റേ പോർച്ചുഗീസ് കപ്പയെന്ന് എന്തോ പറഞ്ഞായിരുന്നു. പൊട്ടാ, അത് ബ്രസീലിയൻ കപ്പ. ഇവൻ എന്താ അറിയാ ആശ്രയം. അത്യോ നല്ല വേവുള്ള കപ്പ. എല്ലാം കൂടെ ചേർന്ന് നാളെ ഒരു ദിവസത്തിലങ്ങ് ആക്കി ഞാൻ. ശരി ശരി. അല്ല, എന്തായി? റൂം റെഡിയായി. റൂമാ? കൊച്ചാപ്പ നാളെ ഗൾഫിൽ നിന്ന് വരുന്നു. കൊച്ചാപ്പക്ക് റൂം വേണമെന്ന് പറഞ്ഞു. റെഡിയായി. നാളെ തന്നെ റൂം എടുക്കണമെങ്കിൽ കൊച്ചാപ്പ ചില്ലറക്കാരനല്ല. കൊടുക്കരുത്. ഭയങ്കര പ്രസരിപ്പാണ് നിന്റെ കൊച്ചാപ്പ. ഹാപ്പി വാലന്റൈൻസ് ഡേ. എടീ, ഞാൻ നാളെ നിനക്കൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ സൂര്യകാന്തി പൂ വെച്ചിട്ട് നിന്റെ പടം വരച്ചിട്ടുണ്ട്. പക്ഷെ വരച്ചു വന്നപ്പോ നെൽസൺ മണ്ടേലായി. പക്ഷെ എന്റെ മനസ്സിൽ നീയാണ്. നാളെ ഞാൻ സർപ്രൈസ് ആയിട്ട് തരുന്നുണ്ട്. ശരി ശരി. സത്യം പറഞ്ഞാൽ ഈ ഫെബ്രുവരി 14 ബന്ധങ്ങൾ ചേരുകയല്ല, ബന്ധങ്ങൾ അറ്റുപോവുകയാണ് ചെയ്യുന്നത്. നാളെ നമ്മള് ഫാമിലി എല്ലാരും കൂടെ ഒരു പിക്നിക്കിന് പോണ്. എവിടെ? മണ്ടക്കാട് അമ്പലത്തില്. അമ്പലത്തിലാടാ പിക്നിക്ക്? എന്റെ ഫാമിലിയിൽ ഓരോരോ കാര്യങ്ങളെ. ഒരു മനുഷ്യന് വേണ്ടത് ആത്മീയ ജീവിതമാണ്, ലൗകിക ജീവിതമല്ല. മഞ്ഞയോ? മഞ്ഞയൊന്നും ഇടാൻ പറ്റില്ല. ബ്ലാക്ക് വല്ല ഇടും. ദേഷിക്കണ്ട, മഞ്ഞയിടാം. പിന്നെ നാളെ കാണാം. മനുഷ്യൻ ജീവിക്കുന്ന അവന് ആത്മീയമായ ചിന്തകൾ വരാത്തത്. ഹലോ, നാളെ 11 മണിക്ക് റെഡി ആയിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നിരിക്കണം. ഞാൻ നിന്നെ ഒമിനിലി അങ്ങ് തട്ടിക്കൊണ്ടങ്ങ് പോവും. ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ല? ശരി ശരി. പിന്നെ നാളെ ഞാൻ കാണത്തില്ല. നീ എവിടെ പോണ്ടാ? കൊച്ചാപ്പ നാളെ ഗൾഫിൽ നിന്ന് വരുന്ന പറഞ്ഞില്ലേ, കൊച്ചാപ്പയുടെ റൂമിലായിരിക്കും ഞാൻ ചിലപ്പോ. ഞാനും കാണാനല്ല ചേട്ടാ. എവിടെ പോവാണ്? അപ്പാപ്പനെ ഒന്ന് തിരുമിക്കാൻ കൊണ്ടുപോകണം. ഞാനല്ലേടെ ഉള്ളു എല്ലാത്തിനും. ശരി. എടി, ഇവന്റെ അപ്പാപ്പൻ മരിച്ചല്ലേ? ഇവൻ കള്ളനാണ്ടാ. എന്റെ ജീവിതത്തിൽ കണ്ടുള്ള ഏറ്റവും വലിയ നാളെ കള്ളൻ. നാളെ തേങ്ങ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ഉണക്കി നാളെ മില്ലിൽ കൊണ്ടുപോയി അത് ഉണക്കി പൊടിച്ച് അതിന്റെ എണ്ണ എടുത്തോണ്ട് വരണം. എണ്ണ എടുത്ത് വൈകിട്ട് തലയെ തേച്ചിട്ട് കുളിക്കണം. അതെ, പോട്ടെ. ബൈ. ഇവൻ കള്ളനാണ്ടാ.